നമസ്കാരം. ഇതാണ് കൊല്ലം കുണ്ടറ റോഡിലെ കേരളപുരം. ഇവിടെയാണ് പ്രശസ്തമായ എഴുത്താണിക്കട. വർഷങ്ങളുടെ പാരമ്പര്യമുള്ള ഈ കടയ്ക്ക് പേരെഴുതിയ ഒരു ബോർഡ് പോലുമില്ല. എങ്കിലും ആളുകളുടെ തിരക്കാണിവിടെ. കാരണം ഇവിടുത്തെ മട്ടൻ കറിയും പൊറോട്ടയും വളരെ പേരുകേട്ടതാണ്. കൂടാതെ ഇവിടുത്തെ വെട്ടുകേക്കും ഫേമസ് ആണ്. എഴുത്താണിക്കടയിലെ മട്ടൻ കറിയും പൊറോട്ടയും തയ്യാറാക്കുന്ന വീഡിയോയാണ് നിങ്ങൾക്കായി ഇവിടെ അവതരിപ്പിക്കുന്നത്. മട്ടൻ കറിക്ക് ആവശ്യമായ ആടിനെ ഇവിടെ തന്നെയാണ് വെട്ടി തയ്യാറാക്കുന്നത്. ദിവസം ഏതാണ്ട് 5ഓളം ആടുകളെ വെട്ടാറുണ്ടെന്നാണ് പറയുന്നത്. മട്ടന്റെ നെയ്യാണിത്. ഇതിലേക്ക് അത് ഉരുകാൻ ആവശ്യമായ വെളിച്ചെണ്ണ ചേർക്കുന്നു. നെയ്യ് ഉരുകി കഴിഞ്ഞാൽ അതിലേക്ക് വലിയുള്ളിയും പച്ചമുളകും ഇട്ട് വഴറ്റുന്നു. വെളുത്തുള്ളി ചതച്ചത്, ഇഞ്ചി ചതച്ചത് എന്നിവ ചേർക്കുന്നു. വീണ്ടും വഴറ്റി അതിലേക്ക് അല്പം വെള്ളമൊഴിച്ച് അടച്ച് വേവിക്കും. മഞ്ഞപ്പൊടി ഉള്ളി വെന്ത് കഴിഞ്ഞാൽ അതിലേക്ക് മഞ്ഞപ്പൊടി ഇടും. അതിനുശേഷം കഴുകിയെടുത്ത മട്ടൻ ചേർക്കുന്നു. ഉപ്പ് ചേർത്ത് നന്നായി മിക്സ് ചെയ്ത് അരമണിക്കൂർ വേവിക്കും. മട്ടൻ കറിക്ക് വേണ്ട ഗരം മസാല തയ്യാറാക്കുകയാണ്. ഏലക്ക, പെരുംജീരകം, പട്ട, ഗ്രാമ്പു തുടങ്ങിയവയാണ് ഇതിൽ ഉള്ളത്. മല്ലിയില നുറുക്കിയതാണിത്. മല്ലിപ്പൊടി, മുളക് പൊടി, ഇഞ്ചി ചതച്ചത് എന്നിവ ചേർക്കുന്നു. ഇനി വറവിടാനുള്ള തയ്യാറെടുപ്പാണ്. ശുദ്ധമായ വെളിച്ചെണ്ണ ചൂടാക്കി അതിലേക്ക് ചതച്ച വെളുത്തുള്ളി ഇട്ട് മൂപ്പിക്കും.
ശരിക്കും ഫ്രൈ ആയി കഴിഞ്ഞാൽ അത് കറിയിലേക്കിടും. ബാക്കി വെളിച്ചെണ്ണയിൽ മുളക് പൊടി ഇട്ട് മിക്സ് ചെയ്യും. അത് മട്ടൻ കറിയിലേക്ക് ചേർക്കുന്നു. ഇത് നേരത്തെ പൊടിച്ചു വെച്ച ഗരം മസാലയാണ്. അല്പം വെളിച്ചെണ്ണ കൂടി ഒഴിച്ചാൽ മട്ടൻ കറി റെഡി. ഇവിടുത്തെ മട്ടൻ കറിയുടെ കോമ്പിനേഷൻ പൊറോട്ടയാണ്. ചെറിയ പൊറോട്ടയാണ് ഇവിടെ കിട്ടുന്നത്. ചെറുതാണെങ്കിലും നല്ല സോഫ്റ്റാണ്. പൊറോട്ടയ്ക്ക് പുറമെ വെള്ളയപ്പം, ഇടിയപ്പം, ദോശ തുടങ്ങിയവയുമുണ്ട്. അതേപോലെ മട്ടൻ കറിക്ക് പുറമെ കടലക്കറി, മുട്ടക്കറി, കിഴങ്ങറി തുടങ്ങിയവയുമുണ്ട്. പപ്പടം ഇവിടുത്തെ ഒരു പ്രധാന ഐറ്റമാണ്. ഏത് ഭക്ഷണം കഴിച്ചാലും അതിൻ്റെ കൂടെ ഇവിടെ പപ്പടം തരും. ഹായ്, ഞാനിവിടെ ഇരിക്കുന്നത് കൊല്ലം കേരളപുരത്ത് എഴുത്താണിക്കട എന്ന് പറഞ്ഞ വളരെ പഴയ ഒരു കടയാണ്. 1948 തുടങ്ങിയൊരു കടയാണ് കേട്ടോ. വളരെ പേര് കേട്ടത്. പേരെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്തിനാണെന്നറിയോ, ഇവിടുത്തെ മട്ടൻ കറി ഭയങ്കര ഫേമസാണ്. 2-3 കാര്യങ്ങൾ ഞാനിവിടെ ഓർഡർ ചെയ്തിട്ടുണ്ട്. മട്ടൺ ഉണ്ട്, മട്ടൻ കറി, കടലക്കറി, മുട്ടക്കറി, ഇതാ പൊറോട്ടയുണ്ട്, അതിൻ്റെ കൂടെ ദോശ, അതിൻ്റെ സ്പെഷ്യലായിട്ട് പപ്പടം കൂടെ വെച്ചിട്ടുണ്ട്. കൊല്ലംകാരുടെ ഒരു പ്രത്യേകത ഇതാണ്, ഏത് ഫുഡ് എന്ന് ചോദിച്ചാലും അതിൻ്റെ കൂടെ ഒരു പപ്പടം ഉണ്ടാകും. അത് കൊല്ലത്തെ ഒരു പ്രത്യേകതയാണ്. അതുപോലെ മട്ടൻ കറി ഉണ്ടാക്കുന്നത് ഞങ്ങൾ പോയി കണ്ടിരുന്നു, അതെടുത്തിട്ടുണ്ട്. വളരെ നല്ല ഉണ്ടാക്കുന്ന കണ്ടു കഴിഞ്ഞാൽ തന്നെ നമുക്കത് കഴിക്കാൻ തോന്നും. ഭയങ്കര കൊതി വരും. അതിപ്പോൾ എൻ്റെ ഫ്രണ്ട് ഇരിക്കുകയാണ്, ഞാനൊന്ന് കഴിച്ച് നോക്കാൻ പോവാണ്. നമുക്കൊന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കാം. ഇതാ ഒരു പ്ലേറ്റ് പൊറോട്ട, വളരെ ചെറിയ പൊറോട്ടയാണ് കേട്ടോ, എങ്കിലും ഭയങ്കര സോഫ്റ്റാണ്. കണ്ടോ, ഇതാ ഈ പപ്പടം നമുക്കൊന്ന് മാറ്റി വെക്കാൻ, അതിൻ്റെ സൈസ് നമുക്ക് കാണാം. ഇത് കണ്ടോ, ഇത്രയേ ഉള്ളൂ പൊറോട്ട, പക്ഷേ നല്ല സോഫ്റ്റാണ്. ഇങ്ങനെ നമുക്ക് ഇത് 2 വിരൽ കൊണ്ട് ഇങ്ങനെ മുറിച്ചെടുക്കാം, ഇത്രയേ ഉള്ളൂ. അപ്പോൾ ഇനി മട്ടനാണ് ഇനി സാധനം. ഒന്ന് ഒരു പീസ് എടുത്ത് നോക്കട്ടെ. ചായ കൂടെ എത്തിയിട്ടുണ്ട്, ഞാൻ കഴിച്ചുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. എടുക്കുകയാണ്. അടിപൊളി സംഭവം, നല്ല എരിവാണ്. ആഹാ,
സൂപ്പ് എന്ന് പറഞ്ഞാൽ പോരാ, അടിപൊളി. നമ്മൾ സാധാരണ കടയിൽ കിട്ടുന്ന പോലുള്ള മട്ടണിൽ നിന്ന് വളരെ വ്യത്യസ്തമായൊരു ടേസ്റ്റാണ് കേട്ടോ. ഇത് ഞാൻ അങ്ങോട്ട് മാറ്റി വെക്കാം, നമുക്കിനി അടുത്തൊരു ഐറ്റത്തിലേക്കൊന്ന് പോട്ടെ. അതെ, ഇത് ദോശയും കടലക്കറി അടുത്തൊരു ഐറ്റമാണ്. ഈ പറഞ്ഞ പോലെ പൊറോട്ടയെക്കാട്ടി ഒരു അല്പം കൂടെ വലിപ്പമുണ്ട് ദോശയ്ക്ക്. അത് കഴിച്ചതിൻ്റെ എൻ്റയർലി ഡിഫറെൻ്റ് ആയിട്ടുള്ളൊരു ടേസ്റ്റാണ് ഇത്. നല്ല രസമാണ്. അടിപൊളി കേട്ടോ. ഇതെന്തായാലും ഒന്ന് പരീക്ഷിച്ച് നോക്കുക. കൊല്ലത്തൂടെ ആരെങ്കിലും പോകുന്നുണ്ടെങ്കിൽ ഇത് നമ്മുടെ കുണ്ടറ കൊല്ലം റൂട്ടിലാണ്. ഒരു പഴയ കടയാണ്, പക്ഷേ അകത്ത് കയറി കഴിഞ്ഞാൽ വളരെ വിശാലമാണ് കേട്ടോ. ഇനി അടുത്ത ഐറ്റത്തിലേക്ക് പോവാണ് കേട്ടോ. എഗെയിൻ പൊറോട്ട തന്നെ, പൊറോട്ട പക്ഷേ കറി മാറി മുട്ടക്കറിയായി. അതാണ് അതിനകത്ത് വ്യത്യാസം. മുട്ടക്കറിയുടെ നിറം കണ്ടാൽ തന്നെ നമുക്കൊന്ന് കഴിക്കാൻ തോന്നും കണ്ടോ. ഉള്ളിക്ക് ഇത്രയും വിലയുള്ള സമയത്ത് പോലും ഉള്ളി നന്നായിട്ട് ഇട്ടിട്ടുണ്ട്. മൂന്നും വളരെ വ്യത്യസ്തമായ ടേസ്റ്റുകളാണ്. പറഞ്ഞറിയിക്കാൻ പറ്റുന്നില്ല കേട്ടോ. ഇനി കൊല്ലത്തെ പ്രത്യേകത വെച്ച് പപ്പടം കൂടെ കൂട്ടി പൊറോട്ടയിൽ നിന്ന് കഴിച്ചു നോക്കും. പപ്പടവും പൊറോട്ടയും മുട്ടക്കറി, അടിപൊളി കോംബോ. ഇതും വളരെ വ്യത്യസ്തമായിട്ടുള്ളൊരു അനുഭവമാണ്. ആദ്യമായിട്ടാണ് ഇങ്ങനെ കഴിക്കുന്നത്. കഴിച്ചു നോക്കണം, എന്നാലേ അറിയാൻ പറ്റും. എന്നാലും അപ്പം ഞാനിത് കഴിക്കാൻ പോവുകയാണ്. നമ്മൾ ഫുൾ വീഡിയോ കവർ ചെയ്യുന്നില്ല, ഇത് കഴിച്ചോട്ടെ. പക്ഷേ എല്ലാവരും ഇതൊന്ന് പരീക്ഷിക്കുക. ഇതുവഴി കടന്നു പോകുമ്പോൾ ഇവിടെ നിന്ന് കയറുക. അപ്പം ഇനി അടുത്ത വീഡിയോ കാണുന്നവരെ ബൈ ബൈ. ഇവിടുത്തെ കേക്ക്, ഇവിടുത്തെ പൊറോട്ട, മട്ടൻ കറി എല്ലാം നല്ല ഒറിജിനലായിട്ടുള്ള വർഷങ്ങളുണ്ട്. എൻ്റെ ഓർമ്മകാലം വരെ ഇവിടെ തന്നെ നമ്മൾ കാപ്പിടിച്ചുകൊണ്ടിരിക്കുന്നത്. വൃത്തിയുടെ കാര്യത്തിനകത്തായിരുന്നാലും ഫുഡിൻ്റെ കാര്യത്തിലായിരുന്നാലും ഇവിടെ സ്ഥിരം കഴിക്കുന്ന ആൾക്കാർ ഓടിപ്പോകുന്ന വാഹനങ്ങൾ കംപ്ലീറ്റ്, കാരണം എല്ലാം ഒറിജിനൽ സാധനങ്ങൾ. കാരണം ഒരു മായം എന്ന് പറയുന്നത് പറയാനില്ല. എൻ്റെ വീട് തൃശ്ശൂരാണ്, പക്ഷെ ഞാൻ ഈ കൊല്ലം വരുമ്പോൾ ഇപ്പോൾ ഇവിടെ വന്നിട്ട് ഭക്ഷണം കഴിച്ചിട്ട് പോകാറ്. ഇവിടുത്തെ സ്പെഷ്യൽ എന്ന് പറയാനുള്ളത് പൊറോട്ടയും മട്ടൻ കറിയാണ്. ഭയങ്കര ഇഷ്ടമാണ്. ഞാൻ ഇവിടെ തന്നെ സ്ഥിരമായിട്ട് വന്ന് കഴിച്ചു പോകാറ്. ഇവിടുത്തെ ഫേമസ് എന്ന് പറഞ്ഞാൽ ഇവിടുത്തെ മട്ടൻ കറിയും പൊറോട്ട ചപ്പാത്തിയോ. പിന്നീട് ഏറ്റവും കൂടുതൽ ചിലവ് വരുന്നത് ഇവിടുത്തെ കേക്കെന്ന് പറഞ്ഞാൽ ഒരുപാട് വിദേശത്തേക്ക് പോവുക. ഇപ്പം തന്നെയും എൻ്റെ മകൻ 60 കേക്ക് ഒരു പാക്കറ്റ് വാങ്ങി വെച്ചിരിക്കുന്നത് കൊണ്ടുപോകാനായിട്ട്. അറിയാവുന്ന ആൾക്കാർക്ക് വരാൻ പറ്റുള്ളൂ, കാരണം വേറെ ബോർഡോ അങ്ങനെയുള്ള യാതൊരു സംഗതികളും ഇല്ല. മട്ടൻ കറി വളരെ ടേസ്റ്റാണ്. മാത്രമല്ല ആടിനെ ഇവിടെ തന്നെ വെട്ടിയാണ് കറി വയ്ക്കുന്നത്. മാത്രമല്ല ഈ പ്രസവിച്ച ആടുകൾ ഇത് അങ്ങനെയുള്ള പ്രസവിച്ച്, അതായത് അങ്ങ് വയസ്സുന്ന ആടുകൾ ഒന്നും ഒരു വെട്ടത്തില്ല. പ്രത്യേകം തരത്തിലെടുത്ത ആടുകളെ മാത്രമേ ഇവിടെ വെട്ടി കറി വയ്ക്കുള്ളൂ. അതിൻ്റെ പേരിലാണ് ഇവിടുത്തെ ഈ ഇറച്ചിക്കറിക്കും പൊറോട്ടയും അപ്പവും ഇതിനും എല്ലാത്തിനും വളരെയധികം ഇത് ചിലവുള്ളത്. ഞങ്ങൾ കല്ലടയിലാണ് കുടുംബം. അപ്പോൾ ഇതുവഴി മിക്കവാറും പോകുന്ന സമയം സൗകര്യം അനുസരിച്ചുണ്ട്. ഈ എഴുത്താണിക്കട പണ്ട് കേട്ട് വരികയുണ്ടായിരുന്നു. ആ ഒരു അറിവിന് പുറത്താണ് സ്ഥിരമായിട്ട് ഇവിടെ വരാറുണ്ട്. പ്രത്യേകിച്ച് ഇവിടുത്തെ മട്ടൺ അതിൻ്റെ പ്രിപ്പറേഷനും അതിനകത്ത് വരുന്നതെന്ന് പറഞ്ഞാൽ ഒരു നാടൻ രീതിയിലുള്ള ഭക്ഷണമാണ്. കറികൾക്കും മറ്റ് ആഹാര സാധനങ്ങൾക്കും എല്ലാം. പ്രത്യേകിച്ച് പപ്പടം ഇവിടുത്തെ ഒരു വിശിഷ്ട ഇതാണ്. എഴുത്താണിക്കടയിലെ ഫേമസ് ആയ മറ്റൊരു ഐറ്റമാണ് വെട്ടുകേക്ക്. ഇതിന് ധാരാളം ആവശ്യക്കാരുണ്ട്. പാഴ്സലായിട്ട് വിദേശങ്ങളിലേക്കൊക്കെ ധാരാളം ഇത് ഇവിടുന്ന് ആൾക്കാർ വാങ്ങിക്കൊണ്ട് പോകാറുണ്ട്. നിങ്ങൾക്കെല്ലാം ഈ വീഡിയോ ഇഷ്ടമായി എന്ന് കരുതുന്നു. ഇനിയും ഇതുപോലുള്ള അടിപൊളി വീഡിയോയുമായി ഫുഡ് ആൻഡ് മൂവി എത്തുന്നതായിരിക്കും. ഞങ്ങൾ അപ്ലോഡ് ചെയ്യുന്ന വീഡിയോ നിങ്ങൾക്ക് ലഭിക്കുന്നതിനായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ബെല്ലൈക്കൻ കൂടി എനേബിൾ ചെയ്യുക. താങ്ക് യു.